2011 ലൂമിയ 800 പുറത്തിറങ്ങുന്നത്. അന്ന് ആൻഡ്രോയിഡും ഐഫോണും വിപണി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന കാലം. തങ്ങളുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്ന സിംബിയനിൽ നിന്ന് നോക്കിയ മൈക്രോസോഫ്റ്റുമായി കൈകോർത്ത നിമിഷം. ലണ്ടനിൽ നടന്ന നോക്കിയ വേൾഡ് ഇവന്റിൽ വെച്ച് ആദ്യത്തെ യഥാർത്ഥ വിൻഡോസ് ഫോൺ എന്ന വിശേഷണത്തോടെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. നോക്കിയയുടെ കരുത്തുറ്റ ഹാർഡ്വെയറും മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറും ഒത്തുചേർന്നപ്പോൾ അതൊരു പുതിയ പ്രതീക്ഷയായിരുന്നു. രൂപകൽപ്പനയുടെ കാര്യത്തിൽ ലൂമിയ 800 ഇന്നും ഒരു വിസ്മയമാണ്. സിംഗിൾ പീസ് പോളികാർബണേറ്റ് ബോഡിയും കർവ്ഡ് ഗോറില്ല ഗ്ലാസും ഇതിന് വളരെ പ്രീമിയം ലുക്ക് നൽകി. എന്നാൽ വിപണിയിൽ ഇതിന് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് വിൻഡോസ് സ്റ്റോറിൽ ആപ്പുകളുടെ കുറവ് വലിയൊരു പോരായ്മയായിരുന്നു. കൂടാതെ പുതുതായി വരുന്ന വിൻഡോസ് ഫോൺ 8ലേക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന വാർത്തയും ആളുകളെ നിരാശരാക്കി. അന്ന് നമ്മളിൽ പലരും ഇതിൻ്റെ പോരായ്മകളിൽ ഒന്നായി കണ്ടിരുന്നതും എന്നാൽ ഇന്നിതിനോടൊരു പ്രണയം തോന്നാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ഫീച്ചറാണ് ലൈവ് ടൈൽസ്. ഒരുപക്ഷെ ഈ ചതുര കഷ്ണങ്ങൾ തന്നെയാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ്. 3.7 ഇഞ്ച് വരുന്ന അമോലെഡ് ഡിസ്പ്ലേ, ഡ്യുവൽ LED ഫ്ലാഷോട് കൂടിയ 8 മെഗാ പിക്സലിൻ്റെ കാൾ സൈസ് ക്യാമറ. വിൻഡോസ് ഫോൺ 7.5 OSൽ പ്രവർത്തിച്ചിരുന്ന ഇതിൽ 1.4 GHz സിംഗിൾ കോർ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറായിരുന്നു വന്നിരുന്നത്. 512 MB റാമും 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജും. മെമ്മറി കാർഡ് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നതും ഫ്രണ്ട് ക്യാമറയുടെ അഭാവവുമെല്ലാം ഇതിൻ്റെ പോരായ്മകളാണ്. ലൂമിയ 800 ഒരു പെർഫെക്റ്റ് ഫോൺ ആയിരുന്നില്ല. പക്ഷേ വശ്യമായ ഡിസൈനും മികച്ച റിയർ ക്യാമറയുമെല്ലാം ഇതിനെ സ്പെഷ്യലാക്കി മാറ്റി.